സ്വന്തം വീടെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത്? ഒരു സേഫ് ആൻഡ് പ്ലസന്റ് ഫീലിംഗ് അല്ലേ? അപ്പോൾ ഇതുപോലെ എപ്പോഴും നല്ല കാറ്റൊക്കെ കിട്ടുന്ന ചുറ്റുപാടുമൊക്കെ ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയ ഒരു 4BHK വീടായാലോ? വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമേ പറഞ്ഞതുപോലെ പ്രകൃതി ഭംഗിക്ക് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിർമ്മിച്ചൊരു വീടാണിത്. വീട് മാത്രമല്ല, ഈ ഒരു ഏരിയ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആയ ഒരു നാച്ചുറൽ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ബ്യൂട്ടിഫുൾ മോഡേൺ കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് വർക്കിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. അതുപോലെ എക്സ്റ്റീരിയർ പെയിന്റിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതുമാണ്. 5,400 സെന്റ് പ്ലോട്ടിൽ 2,500 സ്ക്വയർ ഫീറ്റ് ഏരിയ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട് നമ്മുടെ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പിടാരം സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വീതിയിലുള്ള ഈ ഫ്രണ്ട് ഗേറ്റിലൂടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ ഫുള്ളി ഇന്റർലോക്ഡ് ഒരു മുറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മുറ്റം മാത്രമല്ല, വീടിന്റെ ചുറ്റുമുള്ള സ്പേസ് ഇന്റർലോക്കിംഗ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൽ ഉൾപ്പെടെ 2 വലിയ കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് തന്നെ മുറ്റത്തായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും വീടിന്റെ ചുറ്റുമുള്ള സ്പേസിലും ഗാർഡനിങ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഓൾറെഡി ചെടികളൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗ്രീനറി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഫ്രഷ് എയർ ഒക്കെ ബ്രീത്ത് ചെയ്ത് നല്ല പീസ്ഫുൾ ആയ ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു വീട് നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഈ ഒരു ഭാഗത്തായി വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണറും കാണാൻ കഴിയും. ഇനി നമുക്ക് തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നാൽ കാർ പോർച്ചിന് പുറമെ വലിയൊരു മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിരിക്കുന്നത് കാണാം. നല്ലൊരു ഫ്ലോർ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് ഡിസൈനിങ്ങിന് പുറമെ സൈഡ് വാൾസിലെ മുഴുവനെ തേക്കിന്റെ വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീടിന്റെ എല്ലാത്തരം വുഡ് വർക്സിനും തേക്കും ആഞ്ഞിലി തടികളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് വിശാലമായ ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഈ ഒരു ലിവിംഗ് സ്പേസ് ഏകദേശം 18x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലെ വലിയൊരു ടി വി പോലും ഈസി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലും ബക്സാലും പ്രൊഫൈൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഏരിയ ചെറിയ കബോർഡ് വർക്ക് കൊടുത്തുകൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോക്കേസിംഗ് ഓപ്ഷൻസും സ്റ്റോറേജ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി ഡൈനിങ് സ്പേസിലേക്ക് വന്നാൽ നല്ലൊരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ തന്നെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം മിനിമൽ ഡിസൈനിങ്ങിലാണ്. സീലിംഗിലുള്ള ലൈറ്റ്സിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വോൾസിലും വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇത് വീടിനൊരു ലക്ഷൂറിയസ് ഫീൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർകേസിന്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ നല്ല സ്ലീക്ക് ആൻഡ് മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഷിംഗ് ഏരിയ തന്നെയാണ്. പൈപ്പ് ഫിറ്റിംഗ്സിനും വാഷ് ബേസിനും എല്ലാം ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം എന്ന് കാണാം. ആകെ മൊത്തം 4 ബെഡ്റൂംസ് ഉള്ള ഈ ഒരു വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് കൊടുത്തിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണ് നിങ്ങൾ കാണേണ്ടത്. ഈ കാണുന്ന ബെഡ്റൂമിന്റെ ഒരു ഇരട്ടിയുണ്ട് ആ 2 ബെഡ്റൂംസ്. ഏകദേശം 13x13 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. കാണുന്നത് പോലെ എല്ലാത്തരം മോഡേൺ ഫിക്ചേഴ്സും ബാത്റൂംസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂംസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 2 ബാത്റൂംസും ഈ കാണുന്നതിനേക്കാളും വളരെ വലുത് തന്നെയാണ്. ഈ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ആദ്യത്തെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള എല്ലാതരം ഫീച്ചേഴ്സും ഈ ബെഡ്റൂംസിൽ കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു വ്യത്യാസം വരുന്നത് ഏകദേശം 12x11 ഫീറ്റ് ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുകയാണെങ്കിൽ ഒരു എർത്തിലി വൈബിലാണ് വോൾട്ടേഴ്സും ഫ്ലോർട്ടേഴ്സും എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വൈൽഡ് ഫീൽ ആണ് ഇവിടെ കാണുന്നത്. ഇനി കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ്. ഇവിടെ കിച്ചണിന് പുറമെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു വർക്ക് ഏരിയ കൂടെ അവൈലബിൾ ആണ്. ഇത്രയും വിശാലമായ ഈ ഒരു കിച്ചൺ ഏകദേശം 15x12 ഫീറ്റ് ഡയമെൻഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സ്റ്റോറേജ് ഓപ്ഷനായുള്ള ധാരാളം ക്യാബിനറ്റ്സും ഒരു വാഷ് ബേസിനും സ്മോക്ക് എക്സോസ്റ്റിനായുള്ള ചിമ്മിനിയുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് ഗ്ലെൻ എന്ന ബ്രാൻഡിന്റെ എക്യുപ്മെന്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. താഴെ മുകളിലുമായി കൊടുത്തിരിക്കുന്ന കബോർഡ് വർക്ക്സ് എല്ലാം തന്നെ WPCയിലാണ് ചെയ്തിട്ടുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ കിച്ചണിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇതിന്റെ വർക്ക് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്, ഉടനെ തന്നെ ഫിനിഷ് ആവും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർകേസ് ഏരിയയും തീർത്തും അട്രാക്റ്റീവായി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടതുപോലെ സീലിംഗിൽ നിന്നും വോൾസിലേക്ക് ബ്ലീഡ് ചെയ്ത് വരുന്ന ലൈറ്റിംഗ് എഫക്ട് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം തന്നെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്നത് വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ്. വിശാലം എന്ന് പറഞ്ഞാൽ അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയൊരു സ്പേസ് കിട്ടുന്നത് കൊണ്ട് തന്നെ ഒരു ഫാമിലി മീറ്റിംഗ് സ്പേസ് ആയോ ഗെറ്റ് ടുഗദർ പ്ലേസ് ആയോ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഗ്യാതറിംഗിനോ ബോണ്ടിങ് ആക്ടിവിറ്റീസിനോ ഒക്കെ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ്. അതിനോടൊപ്പം ഈ സൈഡിലായിട്ട് ഒരു സെക്കൻഡറി TV യൂണിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും വലിയൊരു സ്പേഷ്യസ് ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീടിനുള്ളിലെ എല്ലാ സ്പേസസും മാക്സിമം സ്പേഷ്യസ് ആയി തന്നെ ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന് ഒരു ബേ വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 24x13 ഫീറ്റ് ഡയമെൻഷനാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ കണ്ട ബെഡ്റൂമിന് എത്രയോ വലുതാണ് ഈ ഒരു ബെഡ്റൂം. സീലിംഗ് ഡിസൈനിങ്ങിന് പുറമെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂംസിൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒരു ഡെഡിക്കേറ്റഡ് വാഷിംഗ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലക്ഷൂറിയസ് എക്സ്പീരിയൻസുമാണ്. ബാത്റൂംസിൽ അതുപോലെ തന്നെ അത്രയും വലിയ സ്പേസ് നമുക്ക് യൂട്ടിലൈസും ചെയ്യാം. ഇനി അഥവാ അത് നിങ്ങൾക്ക് ആവശ്യമില്ല, അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 15x15 ഫീറ്റ് ഡയമെൻഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നേ കണ്ട ബെഡ്റൂമിലെ എല്ലാത്തരം
എല്ലാത്തരം ഫീച്ചേഴ്സും ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആണ്. ഇനി പ്രോപ്പർട്ടിയുടെ ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം പിടാരം എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും എപ്പോഴും ഫ്രീക്വന്റ് ബസ് റൂട്ടുകൾ അവൈലബിൾ ആയ മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 100 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും വെറും ഒരു 9 കിലോമീറ്ററും തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും ഒരു 14 കിലോമീറ്ററുമാണ് വീട് വരെയുള്ള ദൂരം. അതുപോലെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആയ ഒരു ലൊക്കാലിറ്റി തന്നെയാണ്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കാലിറ്റി തന്നെയാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി സ്പേസിലേക്ക് വന്നാൽ ആദ്യമേ പറഞ്ഞതുപോലെ എത്ര ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫ്രീ ലൊക്കേഷൻ ആണെന്ന് നോക്കിയേ. ഒരുപാട് വീടുകൾ ഇറങ്ങുന്ന ഒരു VIP കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ഇവിടെ വന്നിരുന്നാൽ എപ്പോഴും നല്ല തണുത്ത കാറ്റോ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണ്. അതുപോലെ ഒരു ചായയും ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാല്ല, ഫുൾ വൈബ് ആയിരിക്കും. ഫ്രണ്ട് എക്സ്റ്റീരിയറിലെ തീർത്തും അട്രാക്റ്റീവായ ഈ ഒരു ബാൽക്കണി സ്പേസ് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിൽ കണ്ടതുപോലെ തന്നെ വോൾസിലേക്ക് തേക്ക് കൊണ്ട് വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നേരെ ടെറസ് ഫ്ലോറിലേക്ക് പോയാൽ അത്രയും സീനിക്കായ ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പ്രകൃതിയോട് ചേർന്ന് കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി ആയി പീസ്ഫുൾ ആയ ഒരു പോസിറ്റീവ് വൈബിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഈ നമ്പറിൽ വിളിച്ചോ. 5400 സെന്റിൽ 2500 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസ് 4 അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം ബിൽഡ് ക്വാളിറ്റിയിൽ സ്പേഷ്യസുമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പ്രീമിയം 4 BHK വീടിന് ആസ്കിംഗ് പ്രൈസ് എന്നത് 98 ലക്ഷം രൂപ മാത്രമാണ്. ഈ സ്ലൈലി നെഗോഷ്യബിളും കൂടെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽസിനും വീട് വിസിറ്റ് ചെയ്യാനുമായി ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ AK ഹോംസ് ആൻഡ് വിലാസിനെ കോൺടാക്ട് ചെയ്തോ. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളിലൂടെ പരസ്യം ചെയ്ത് വിൽക്കുവാൻ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.